നവരാത്രിയിൽ അന്ന് വൈകുന്നേരം അന്നെടുത്ത വീഡിയോ ക്ലിപ്സ് ആണ് ഇത്. അച്ഛൻ ചോദിച്ചു ഒരു സ്ഥലം വരെ വരുന്നോന്ന്. നമ്മൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഞാനും എൻ്റെ മോനും രണ്ടാളും കൂട്ടീൻ്റെ പുറകിൽ ചാടിക്കയറി. അമ്മക്ക് ടാറ്റയും കൊടുത്തിട്ട് ഞങ്ങൾ അച്ഛൻ്റെ പുറകിൽ അള്ളി പിടിച്ചിരുന്നു. അച്ഛനാണെങ്കിൽ സ്പീഡിൽ വണ്ടി വിട്ടു. കുറേ ദൂരം പോയിട്ടും എത്തുന്നില്ല. അപ്പം ഞാനും അവനും ചോദിച്ചു എവിടത്തേക്ക് അച്ഛൻ പോകുന്നതെന്ന്. അച്ഛൻ പറഞ്ഞു അങ്ങ് ദൂരെ അടുത്ത ജില്ലയിൽ പോയെന്ന്. ആയിക്കോട്ട്, എവിടത്തേക്കാണെങ്കിലും നമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ പുറകിൽ അള്ളി പിടിച്ചിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ പോയി വീട്ടിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങിയ നമ്മൾ കുറേ ദൂരത്തിയിട്ടും എത്താനായിട്ടില്ല. അവസാനം രാത്രിയായി. നിറച്ചും ലൈറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഏകദേശം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയെന്ന്. ആടെ എത്തുമ്പോൾ അവർ പറഞ്ഞു വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ലാന്ന്. വണ്ടി ഏതെങ്കിലും മൂലക്ക് വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങി നടന്നോന്ന്. ആയിക്കോട്ടിപ്പാ, നമ്മ ഇറങ്ങി നടക്കാന്ന്. നമുക്ക് നടക്കലൊന്നും അത്ര പുത്തിരിയൊന്നുമല്ല, നമ്മൾ സുഖമായിട്ട് ഇറങ്ങി നടക്കും. അങ്ങനെ നമ്മൾ മൂന്നാളും ഇറങ്ങി നടന്നു. അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തുന്തോറും ആ ഒരു വൈബ് കിട്ടി തുടങ്ങിയിട്ടാ. ഏത് വൈബ്? നമ്മൾ ഉത്സവ വൈബ് എന്ന്. അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ അതാ ഒരു മരത്തിൻ്റെ മുകളിൽ നിറച്ചു ലൈറ്റ്. അവൻ കുഞ്ഞൂട്ടെ ഓൻ വിചാരിച്ചു അത് ഒറിജിനലാണെന്ന്, അതായത് ആ മരത്തിൻ്റെ കളർ എങ്ങനെയാണെന്ന്. നമ്മൾ പിന്നെ അത് തിരുത്താനൊന്നും പോയിട്ടാന്ന്. ഓനത് കണ്ട് ഒരു സന്തോഷമാവട്ടെ എന്ന് നിറച്ചും കസേരയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വല്ലാത്ത തകൃത്തി പരിപാടി തന്നെ നടക്കുന്നത്. നോക്കാതെ നമുക്ക് എന്തെല്ലാം പരിപാടിയാണെന്ന്. എന്തായാലും വെറുതെ ഈ ഒരു വൈകുന്നേരം വീട്ടിലിരുന്ന് കളയുന്ന വിചാരിച്ചിനി. അതെന്തായാലും ഉണ്ടായിട്ടില്ല. ഇതിലെ കൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. പിന്നെ അത്ര വലിയ അമ്പലമൊന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞി അമ്പലം. പക്ഷേ ആടെ ഇതെല്ലാം എന്താ പറയുക, ലൈറ്റെല്ലാം കത്തിച്ച് പിന്നെ ഈ ഇങ്ങനെ ഈ ഇറങ്ങേണ്ട സെറ്റപ്പെല്ലാം കാണുമ്പോഴല്ല നല്ല അടിപൊളി വൈബ് അമ്പലം തന്നെ. ഇത് മൂകാംബിക ക്ഷേത്രം കേട്ടോ, കരുവള്ളൂരിലെ മൂകാംബിക. ഇവിടെ എൻ്റെ അടുത്ത വീട്ടിലെ കുഞ്ഞിനെ അരി എഴുതിക്കാൻ കൊണ്ടുവരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പോയിനോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. ചെറുപ്പത്തിലായിട്ട് പോയിനോ, പക്ഷേ എൻ്റെ ഓർമ്മ വെച്ച പ്രായത്തിൽ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇവിടെ വന്നതായിട്ടേ ഓർക്കുന്നില്ല. എന്തായാലും ആ അമ്പലത്തിൽ തൊഴാൻ തന്നെ നല്ല ക്യൂ ഉണ്ട്. ആയിക്കോട്ടെ, അമ്പലത്തിൽ വന്നാൽ പിന്നെ തൊഴുന്നതല്ലേ അതിൻ്റെ ഒരു രീതി. തൊഴുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ഭക്തിയോടെ തൊഴുന്നൊന്നും ഇല്ലെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ. അങ്ങനത്തെ ഒരു പക്ഷാട്ടാണ് ഞാൻ. അല്ലാണ്ട് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നില്ല ചിന്തയൊന്നും എനിക്കില്ല. നമ്മളൊരു കുറച്ച് നിരീശ്വരവാദിയാണ്. എനിക്ക് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമായിരിക്കും. എനിക്കിഷ്ടം ഈ അമ്പലത്തിലെ ഈ വിളക്കും കണ്ട എന്തൊരു രസം, എന്തൊരു മനസ്സമാധാനമായിരിക്കും നമുക്ക് ഇതെല്ലാം കാണാൻ. അതെനിക്ക് ഈ വിളക്കെല്ലാം കത്തിച്ചതും ആ ഒരു ചന്ദനത്തിൻ്റെ എല്ലാം മണവും കർപ്പൂരത്തിൻ്റെ എല്ലാവരും മണമില്ലേ, അതെല്ലാം എന്നിട്ട് എനിക്ക് അമ്പലത്തിലേക്ക് വരാൻ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അമ്പലത്തിൽ വരികയും ചെയ്യുന്നത്. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നൊന്നും ഇല്ല ചിന്ത നമുക്കായിരിക്കില്ല. പിന്നെ അച്ഛനോന് കുറിയെല്ലാം തൊട്ട് കൊടുത്തു കേട്ടോ. ഓനെ സംബന്ധിച്ച് ഓനെ അതെല്ലാം ഒരു നല്ല അനുഭവമല്ലേ. ഓനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ കുറി അധിക നേരമൊന്നും അവിടെ കിടക്കില്ല, ഓനെന്നെ തുടച്ച് കളയും. എന്തായാലും കുറി തൊട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ചെക്കനെ നോക്കുമ്പോണ്ടല്ല ഓനാൾ ചുള്ളനായിട്ടുണ്ട്. ഇതൊരു ഗ്ലാമറാണ് എൻ്റെ ചെക്കന്, അതല്ലെങ്കിലും അങ്ങനെയാണെന്ന്. ഓക്കെ, എൻ്റെ പൊന്നിനെന്ത് ഗ്ലാമർ. അങ്ങനെ നമ്മൾ കുറിയെല്ലാം തൊട്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു കുറച്ച് നേരം ഇവിടെ പായസം കൊടുക്കുന്നുണ്ടെന്ന്. ആയിക്കോട്ടെ ഇപ്പം ഇനി അതിൻ്റെ ഒരു കുറവാക്കണ്ട. പിന്നെ എവിടെങ്കിൽ പോയാൽ നിങ്ങൾക്ക് തിന്നാൻ കിട്ടുന്നത് അതും ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അനിയനും എൻ്റെ മോനും നമ്മൾ മൂന്നാളും കൂടി അവിടെ പായസം കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ മാത്രമൊന്നുമല്ല കേട്ടോ ഫോൺ, എൻ്റെ മോനും സ്വന്തമായിട്ട് ഫോണെല്ലാം ഉണ്ട്. നമ്മളെല്ലാം ഭയങ്കര ന്യൂ ജനറേഷൻ പിള്ളേരാണ്. കണ്ട എൻ്റെ മോൻ്റെ ഫോൺ ബാറ്ററി ഇല്ലാന്നേ ഇല്ലു. പക്ഷേ ഈ ഫോണിൽ എനിക്ക് കോൾ ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റും, എല്ലാം പറ്റും. അങ്ങനത്തെ ഫോണാണ് ഈ ഫോൺ. പിന്നെ ഈ യാത്ര തീരുമ്പോഴത്തേക്ക് ഈ ഫോണിനൊരു ട്രാജഡിയും പറ്റും. അതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ മോനുണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. കണ്ട ഞാൻ പറഞ്ഞില്ലേ ബാറ്ററി ഇല്ലെങ്കിൽ ഈ ഫോണിലെല്ലാം പറ്റുമെന്ന്. ക്യാമറ പോലും വേണ്ട, അതാണ് എൻ്റെ മോൻ്റെ ഫോൺ. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം ആടെ ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞു. പിന്നെ അതിലേ കൂടെ ആൾക്കാർ പോകുന്നതും ആ ലൈറ്റും എല്ലാം കണ്ടിട്ട് നല്ല രസമുണ്ട്. അപ്പോഴാണ് അനൗൺസ്മെൻറ്റ് കേട്ടത് പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തേക്ക് വരാൻ. നമ്മളെ യഥാർത്ഥ വരവിൻ്റെ ഉദ്ദേശം ഇതന്നെയായിരുന്നു, പായസം കുടിക്കുക. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് പായസം കുടിക്കാൻ വേണ്ടി വന്നു. പായസം കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടുന്ന് പാത്രമുണ്ട്, പാത്രത്തിൽ അവർ ഇട്ടരും കുടിക്കുക. നല്ല ചൂട് പായസമാണ്. അങ്ങനെ ഞങ്ങൾ പായസം കുടിക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിന്നു. അച്ഛൻ 2 കയ്യിൽ പായസം മേടിച്ചു, ഞാനൊരു കയ്യിൽ പായസം മേടിച്ചു. പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി പായസം മാക്കൊന്ന് കുടിച്ച് തീർത്തു. സാധാരണ അരിപ്പായസം ടേസ്റ്റ് എല്ലാം സാധാരണ. പിന്നെ നമുക്ക് ഫ്രീ കിട്ടുന്ന സാധനത്തിനെ കുറിച്ചിട്ട് നമ്മളങ്ങനെ എന്താ പറയുക, ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണിക്കൂടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ല മോശമില്ല, നല്ല പായസമായിരുന്നു. അങ്ങനെ പായസം എല്ലാം കൂടി കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി വെച്ചാൽ ചന്തയിൽ കയറലാണ്. അതെനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും മേടിക്കൊന്നും വേണ്ട, എന്നാലും ഞാനുണ്ടല്ലോ ചന്തയിൽ കയറി സാധനങ്ങൾ നോക്കുന്നത് അതെനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇപ്രാവശ്യം എനിക്ക് ചന്തയിൽ പോകാൻ കാരണമുണ്ടല്ലോ, കുഞ്ഞൂട്ടൻ ഓനും കൂട്ടി പോകാലോ. അങ്ങനെ ഞാനും അച്ഛനും കുഞ്ഞൂട്ടനും കൂടി ചന്തയിൽ പോയിട്ട് ഓൻ ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓനാണെങ്കിൽ ഒരു പ്രത്യേക ജാതി ചെക്കനാണ്. ഏറ്റവും ലോക്കൽ സാധനം നോക്കിയിട്ട് സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ വലിയ പൈസയിലെ സാധനം ഓൻ സെലക്ട് ചെയ്യില്ല. പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുക ക്ലേ സാധനങ്ങളെല്ലാം ഉണ്ടായിനി. ഇതെല്ലാം മേടിക്കണം എന്നുണ്ടായിനി. ഒന്നാമത് നമുക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ആക്കി ഇടാലോ. പിന്നെ അതിന് നിന്നിട്ടില്ല. അവസാനം കുഞ്ഞു സെലക്ട് ചെയ്തത് ഒരു ബൈനോക്കുലറാണ് കേട്ടോ. ഇതല്ല, ഓൻ സെലക്ട് ചെയ്തത് ബ്ലാക്കാണ്. അവസാനം നമ്മൾ മേടിച്ച ബ്ലാക്കാണ്. അങ്ങനെ ബ്ലാക്ക് ബൈനോക്കുലറെല്ലാം കിട്ടിയപ്പോൾ കുഞ്ഞോട്ടനാൾ ഹാപ്പിയായി. പിന്നെ അതിലേക്കൂടെ നോക്കിക്കൊണ്ട് നടക്കലായിരുന്നു എൻ്റെ മെയിൻ. കണ്ട ആടി ഈടിയെല്ലാം നിന്ന് നോക്കുന്നുണ്ട്. അവസാനം അത് കിട്ടിയ സന്തോഷത്തിൽ തുള്ളി പോകുന്ന കുഞ്ഞിനെ കണ്ടോ. ഇപ്പോഴാണ് യഥാർത്ഥ ട്രാജഡി നടന്നത്. ഞങ്ങൾ ബൈനോക്കുലറും മേടിച്ച് അവസാനം വണ്ടിയിൽ കയറി പോകാൻ നിൽക്കുമ്പോഴാണ് ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്.
ഇത്രയും നേരം കുഞ്ഞൂട്ടൻ്റെ കയ്യിലുണ്ടായ മൊബൈൽ ഫോൺ അത് കാണുന്നില്ല. വണ്ടിയിൽ പോയി വീട്ടിലേക്ക് പോകാൻ നേരമല്ല കേട്ടോ. ഏകദേശം വീട്ടിലെത്തുമ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കിയത്. കുഞ്ഞൂട്ടൻ കുറേ കരഞ്ഞു. ഇതേ കിടക്കുന്നു ആ മൊബൈൽ ഫോൺ കണ്ട. വീട്ടിലെത്തി വീഡിയോസ് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ കടയിൽ മൊബൈൽ ഫോൺ വെച്ചിട്ട് ബൈനോക്കുലർ അവനെടുത്ത് വന്നു. അത്രയും നേരം കൊണ്ടു നടന്ന അവൻ്റെ ചങ്കായ മൊബൈൽ ഫോൺ അവനവിടെ വെച്ച് മറക്കുകയും ചെയ്തു.